ഹലോ എവരി വൺ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് എവർഗ്ലേഡ്സിൻ്റെ സഫാരി പാർക്കിലേക്കാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ അവിടെ കാണാൻ പറ്റും, എന്തൊക്കെ പ്രത്യേകതകൾ ആ ഭാഗത്തുണ്ടെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ ഒന്ന് പോയാലോ? ഓക്കെ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുക. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം ബോട്ടുകൾ, എയർബോട്ടുകൾ കിടക്കുന്നത്. എയർബോട്ടിൻ്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. താഴത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൽ പ്രൊപ്പല്ലറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇവർ ഇതിൻ്റെ ക്യാപ്റ്റൻ ഇരിക്കണമെന്ന് വെച്ചാൽ നമ്മളിരിക്കണതിൽ ഏകദേശം ഒരു 8-10 അടി മുകളിലാണ് അവരിയ്ക്കുന്നത്, ക്യാപ്റ്റൻ ഇരിക്കുന്നത്. അപ്പോൾ ആൾക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഏത് ഏരിയയിലേക്ക് നമ്മൾ പോകണമെന്നുള്ളത്. അപ്പോൾ ആ ഏരിയ കണക്കാക്കിയിട്ടാണ് പുള്ളി കൊണ്ടുപോകുന്നത് തന്നെ. നമ്മളുടെ ഈ ബോട്ട് ടൂറിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഒരു കാര്യം പറയണ്ടായിരുന്നു. ഇവിടെ എല്ലാ ജീവികളെയും ഇപ്പോൾ ഹണ്ടിങ്ങിന് ഒരു പ്രത്യേക ടൈമുകളുണ്ട്. അത് സീസണൽ ഹണ്ടിങ് ആണ്. ഇപ്പോൾ അലിഗേറ്ററിന് ഒരു സമയം, പന്നീനെ പിടിക്കാൻ ഒരു സമയം, അങ്ങനെ പലതിനും പല സമയങ്ങളുണ്ട്. പക്ഷെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് മലമ്പാമ്പ്. ഇവിടെ മലമ്പാമ്പ് ഏകദേശം 2 ലക്ഷത്തിലധികം മലമ്പാമ്പ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണമുണ്ട്. കാരണം 1970-കളിൽ ഇവിടുത്തെ ആളുകൾ മലമ്പാമ്പിനെ ഇവരുടെ പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അത് വീടിൻ്റെ അകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് ഈ എവർഗ്ലേഡ്സിലേക്ക് റിലീസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഈ സാധനം അവിടെ കിടന്ന് വലുതായി, അവിടുത്തെ ജീവികളൊക്കെ തിന്നു വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവർ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 അടി നീളമുള്ള ഒരു മലമ്പാമ്പ് 14 അടി നീളമുള്ള ഒരു മുതലേനെ വിഴുങ്ങി കിടക്കുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോഴാണ് ഇവർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണേ, ഈ സാധനം ഇവിടെ എത്ര ഡേഞ്ചറസ് ആണെന്നുള്ളത് മനസ്സിലാവണേ. എന്നിട്ടാണ് ഇവരൊരു കണക്കെടുക്കുന്നത് എത്ര പാമ്പുകൾ ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവർക്ക് 200,000, അതായത് 2 ലക്ഷം പാമ്പിൻ്റെ കണക്ക് വന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു റൂൾ ഉണ്ടാക്കി, മലമ്പാമ്പിനെ ഏത് സമയത്ത് ഹണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ റൂൾ ഉണ്ടാക്കി, ആർക്ക് വേണമെങ്കിലും പിടിക്കാം എന്നുള്ളൊരു റൂൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഏകദേശം 1000-ഓളം ആളുകൾ ഇതിനു വേണ്ടി വളണ്ടിയറായിട്ട് വന്നിട്ട് അതിനു വേണ്ടി പോയി. ഇവർ ഒരു 100ഓളം പാമ്പിനെ പിടിച്ചു, പക്ഷെ അധികം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിലെ പാമ്പ് പിടുത്തക്കാരെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇറൂള ട്രൈബിൽ പെട്ട 2 ആളുകൾ അവർ കൊണ്ടുവരാണ് അവിടെ നിന്ന്. സദൈനും പിന്നെ വടിവേൽ ഗോപാൽ എന്ന് പറഞ്ഞ 2 ആളെ കൊണ്ടുവന്ന് അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ പാമ്പ് പിടിക്കാൻ കൊണ്ടുപോയി. അവർ നമ്മളുടെ നാട്ടിലെ ആദിവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാലോ ഓരോ റൂട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ല അവർ പോകുന്നത്. അപ്പോൾ ഈ പാമ്പ് പോയ പാടുകൾ അല്ലെങ്കിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവർ ചെയ്ത ട്രിക്കുകൾ എന്താണെന്നുള്ളത്. എന്നിട്ട് അതും ഇയാൾ നമ്മളുടെ അടുത്ത് വളരെ കാര്യമായിട്ട് പറയാണ് ആ ബോട്ടിൽ. അപ്പോൾ അവർ പോയിട്ട് പിടിച്ച ഏറ്റവും വലിയ പാമ്പ് എന്ന് പറഞ്ഞാൽ 16 അടി നീളമുള്ളൊരു പാമ്പിനെയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ, നമ്മുടെ നാട്ടിലെ പാമ്പ് പിടുത്തക്കാർക്കും ഒരു പേരായി എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു നല്ല കാര്യമാണ്. പറഞ്ഞു വരുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ജോബുകൾ, അതായത് നാസ തുടങ്ങി അതിൻ്റെ ഏറ്റവും അടിയിൽ പാമ്പ് പിടുത്തക്കാർ വരെ നമ്മൾ ഇന്ത്യക്കാരെ കൂടാണ്ട് ഒരു പരിപാടി നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാ രീതിയിലും നമ്മളുടെ പേരുകൾ പല രീതികൾ പ്രതിപാദിക്കുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇന്ത്യൻ ആയിട്ടുള്ളതിൻ്റെ ഒരു അഹങ്കാരം മനസ്സിലും ഉള്ളിലുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം. നമ്മുടെ കപ്പിത്താൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴമാണ്. ഇതിൻ്റെ ആഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 ഇഞ്ച് തുടങ്ങിയിട്ട് 11 അടി വരെ താഴ്ചയുണ്ട് ഇവിടെ എന്ന് പറയുന്നത്. 2 ഇഞ്ച്. ഇപ്പോൾ ഞാൻ എയർബോട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർബോട്ട് എന്ന് പറഞ്ഞാൽ പോകാനായിട്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 അടി വെള്ളം ഉണ്ടെന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. പക്ഷേ ഒഴുക്കിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മണിക്കൂർ എടുത്തിട്ടാണ് 1 മൈല് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അത്രയും സ്ലോയിലാണ് പോകുന്നത്. പിന്നെ ഇത് ചെന്ന് ചേരുന്നത് കടലിലേക്കാണ് ചെന്ന് ചേരുന്നത്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സൊക്കെ ആൾ പറയണ്ടായിരുന്നു.
പിന്നെ ഒരു കാര്യം ആൾ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മുടെ സൗത്ത് ഫ്ലോറിഡയിലെ മിക്കവാറും വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് കുടിക്കാനുള്ള വെള്ളം, കുളിക്കാനുള്ള വെള്ളം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നത് ഇതിലാണ്. പിന്നെ ആളൊരു തമാശ രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ പേടിക്കൊന്നും വേണ്ട. അത് ഈ അലിഗേറ്റർ മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ അവരുടെ വിസർജ്യ വസ്തുക്കൾ വന്ന വെള്ളമാണ്, അത് ശുചീകരിച്ച് വരുന്ന വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം എന്ന് പുള്ളി ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു. കാര്യത്തിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും പക്ഷെ അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് വരുന്നത്, എല്ലാം ചെക്ക് ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിട്ടാണ് വെള്ളം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഗേറ്റർ ഷോ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ അലിഗേറ്റേഴ്സ് അവരുടെ മൗത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം 2000 പൗണ്ട്, 2000 പൗണ്ടെങ്കിലും ആ ഒരു പവർ ഉണ്ടെന്ന് അവരുടെ വായടയ്ക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അലിഗേറ്റേഴ്സ് സാധാരണ തിന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ ആമകൾ അല്ലെങ്കിൽ ഫിഷ്, ബേർഡ്, പാമ്പ്, ഇതൊക്കെയാണ് അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഷെല്ലുകളൊക്കെയുള്ള ആമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പവർ കൊണ്ട് അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവർ മാസത്തിൽ ഒരു തവണയൊക്കെയാണ് നന്നായിട്ടൊരു ഫുഡ് എടുക്കുക, കാരണം അവരുടെ ഡൈജഷൻ വളരെ സ്ലോ പ്രോസസ്സാണ്. ഈ ഒരു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണ് അപകടം പറ്റാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പോകുന്നത്, കണ്ണ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ അത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കേസ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊരു എക്സ്ട്രാ ലിഡും കൂടി ഉണ്ട് സൈഡിലേക്ക്. ഈ നാഷണൽ ജിയോഗ്രാഫിക് അങ്ങനെയുള്ള ചാനലിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കണ്ണിങ്ങനെ സൈഡിലേക്ക് അടയണത്. കാരണം വെച്ചാൽ അവർ വെള്ളത്തിൽ പോകുമ്പോൾ അവരുടെ കണ്ണിലേക്ക് വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ അടയണത് തന്നെ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതായത് അവർക്ക് വേണ്ട എരേനെ അവർക്ക് കാണാനും പറ്റും, അതുപോലെ തന്നെ അവർക്ക് വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ കണ്ണിൽ വെള്ളം കയറില്ല. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അലിഗേറ്ററിൻ്റെ കുഞ്ഞിനെ നമ്മൾ വേണമെങ്കിൽ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പിള്ളേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിടിക്കാൻ ഇത്തിരി അറപ്പും അങ്ങനെയുള്ള സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയില്ല. അതിന് പക്ഷേ അവർ പേരിട്ട് വെച്ചേക്കുന്നത് സ്നാപ്പി എന്നാണ് പേരിട്ട് വെച്ചേക്കണത്. 4 വർഷം പ്രായമുള്ളൊരു കുഞ്ഞായിരുന്നു അത്. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം ഒരു അലിഗേറ്ററിൻ്റെ കുഞ്ഞ് വളർന്നത് 1 ഫുട്ടാണെന്ന് പറയണത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, ആ പാർക്കിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം ഇനി അവിടെ എന്തിട്ടൊക്കെ ഉള്ളതെന്ന്. ഓക്കെ, ഈ അലിഗേറ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് വളരെ കോൾഡാണെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഡൈജഷൻ നടക്കുന്നത് ഈ ഹീറ്റ് അവർക്ക് കിട്ടുന്നത്, ബോഡിയിൽ നിന്ന് ഹീറ്റ് കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ക്രൊക്കോഡൈലാണ്. നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു ക്രൊക്കോഡൈലിനെ നമ്മളുടെ അലിഗേറ്റേഴ്സിനെ തിരിച്ചറിയാൻ പറ്റുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വായയാണ്. ഇപ്പോൾ വായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വി ഷേപ്പ് ആയിരിക്കും ക്രൊക്കോഡൈൽസിന്, അലിഗേറ്റേഴ്സിനാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഫ്രണ്ട് കാണുമ്പോൾ. ഉള്ളിൽ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും പറയുമ്പോൾ ഒരു ജംഗിൾ വാക്ക് ഫീലിംഗ് കിട്ടാൻ വേണ്ടി, ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്ന ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി അവരിങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു വാക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ച് എന്തോരം പോകാൻ പറ്റുന്ന അറിയില്ല, ഇപ്പോൾ ഒരു കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്തോരം പോകാൻ പറ്റും നോക്കാം. ഓക്കെ, വാ. ഈ എവർഗ്ലേഡ്സ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് 1.8 മില്യൺ ഏക്കേഴ്സാണ്. അപ്പോൾ 1 ഏക്കറിൽ 1 അലിഗേറ്റർ, ഇതാണ് ഇവർ കണക്കാക്കിയിരിക്കുന്ന ഒരു കാര്യം. 1 ഏക്കറിൽ 1 അലിഗേറ്റർ വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഇവർ 1.8 മില്യൺ അലിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുന്നില്ല, ട്രൈബ്, അവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു തോണിയാണിത്. അവർ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അവരിതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണത്. ഇതിൻ്റെ കഴ എവിടെയുണ്ട്? കഴിവുണ്ട്. ഈ അലിഗേറ്റേഴ്സിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കുമെന്ന് വെച്ചാൽ മുതലേനെ കഴിക്കുമെന്ന് വെച്ചാൽ മുതലേനെ കഴിക്കും. മുതലേനെ കഴിക്കുന്നത് ഇവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഭാഗവും മുതലേനെ കഴിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ തവളയുടെ നാട്ടിൽ തവളനെ പിടിച്ചിട്ട് അതിൻ്റെ കാല് കഴിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ മുതലയുടെ വാല കഴിക്കുക. മുതലയുടെ വാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റാണെന്ന് പറയുന്നത്, നല്ല ബട്ടറി ചിക്കൻ്റെ ടേസ്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്ന് കയറേണ്ട. ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ ഇന്നത് ഒരു ദിവസം വന്നപ്പോൾ കണ്ട് അവർ കഴിച്ചിട്ടുണ്ട്. ഞാനത് കഴിച്ചിട്ടില്ല. എനിക്കൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ നമ്മുടെ മുതലയുടെ വാലേ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം അത് എങ്ങനെയുണ്ടെന്ന് അറിയണം. പക്ഷെ അവിടെ നിന്ന് ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കയറിയിട്ട് അത് നോക്കാം അത്. ഓക്കെ, അപ്പോൾ
നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഗേറ്റർ നഗറ്റ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. നമുക്ക് പറ്റില്ലെങ്കിൽ സോറി, പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് വാങ്ങി വെക്കാം. ടേസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഫ്രോഗിലേക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അലിഗേറ്ററിൻ്റെ പാല് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ക്യാറ്റ് ഫിഷ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ മൊഴി കാരി ആ ടൈപ്പ് സാധനമില്ലേ, ക്യാറ്റ് ഫിഷ് വരുന്നുണ്ട്, പിന്നെ ഫ്രൈസും ഉണ്ട്. അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൊക്കക്കോള നമ്മൾ കടിക്കാത്തതുകൊണ്ട് നമ്മൾ കൊക്കക്കോള വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തേക്കുന്ന സാധനം ഇതാണ്. നമ്മൾ ഈ പറയുന്ന അലിഗേറ്ററിൻ്റെ ടെയില് വാലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതാണിത്, പീസാണിത്. അവർ പറയണത് ഇതൊരു ഫിഷ് പോലെയാണെങ്കിലും പക്ഷേ ടേസ്റ്റ് ചിക്കൻ പോലെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. തിന്ന് നോക്കിയില്ല. പിന്നെ ഇത് ക്യാറ്റ് ഫിഷ്, ചെമ്മീൻ, ഫ്രൈസ്, പിന്നെ അതിൻ്റെ തൊടുകറികൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ എങ്ങനെയാണ് നോക്കട്ടെ. ഗേറ്റർ ആദ്യമായിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ പറഞ്ഞേക്കരുത്, ഞാൻ കഴിക്കലാണില്ല എന്ന് പറയുന്നത്. അടിപൊളിയാണ്. നമുക്ക് ചിക്കൻ്റെ പോലെ തന്നെ ടേസ്റ്റ് ചെയ്യണം. ഒരു കുറച്ച് അവർ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടി നമുക്ക് വരുന്നുണ്ട്. നന്നായിട്ട് കിട്ടാം. അടിപൊളി. ഗേറ്റർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് 2 അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ടോപ്പായിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരത്തെ ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റും ഒരു ഔട്ടിങ്ങും ഞങ്ങൾ വളരെ നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻസും പുതിയ അറിവുകളും തരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ സൗത്ത് ഫ്ലോറിഡയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലമാണ്, നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ്, പോകാൻ പറ്റിയ സ്ഥലമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, കാണുക, എൻജോയ് ചെയ്യുക. വളരെ ചെറിയ പൈസയുള്ളൂ, പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. ഒരു വൈൽഡ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവരെല്ലാം നന്നായിട്ട് കൊണ്ടുവരുന്നതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വരുമ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് തുടങ്ങി അതിൻ്റെ എൻഡ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.